ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് കണ്ണപ്പ, അതായത് ജൂൺ 27 റിലീസായ കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടായി റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. അതായത് ഈ ബാഹുബലി, KGF പോലെ ഗംഭീര സിനിമകൾ ചെയ്യണ തെലുങ്കിന്ന് ഈ ബാഹുബലിക്ക് താഴെ അല്ലെങ്കിൽ ബാഹുബലിക്ക് ഒരു ഏവറേജ് ആയിട്ട് പോലും സിനിമകൾ വന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാഹുബലി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഏഴകലത്ത് പോലെ എത്താത്ത വർക്കുകൾ ഈ സിനിമയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ആരും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഒരു കണ്ണപ്പയ്ക്ക് ഇറങ്ങിയിട്ട് റിവ്യൂ വരുമ്പോഴാണ് നമുക്ക് ഫസ്റ്റിൽ ബാഹുബലിക്ക് മുകളിലോ കണ്ണപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് തരും. പടം കണ്ട ആരും ഈ പടത്തിൻ്റെ ബാഹുബലിത്തെ ഒരു സീനുമായിട്ട് പോലും, അതായത് അതിൻ്റെ ക്വാളിറ്റി ബേസിലൊന്നുമില്ല. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ, പക്ഷേ ഒരു ഏവറേജ് സിനിമ ഉണ്ടല്ലോ, ഒരു ഏവറേജ് ലെവലിൽ നിൽക്കേണ്ട സിനിമകൾ പോലും ബാഹുബലിയായിട്ട് കമ്പയർ ചെയ്ത് ഭയങ്കര ഡൗൺ ആവുകയാണ്. ഇനി പ്രശാന്ത് നീലും അതേപോലെ തന്നെ ബാഹുബലിയുടെ സംവിധായകൻ്റെ കാര്യം പറയാം. പ്രശാന്ത് നീൽ KGF 1ഉം 2 കൊടുത്തു, 2 സൂപ്പർ ഹിറ്റാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പടമാണ് സൈലാറ്. ആ പടം പക്ഷേ അതായത് KGF 1ഉം 2 ആയിട്ട് കമ്പയർ ചെയ്ത് പടം മോശമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിൽ പ്രഭാസിൻ്റെ ഫസ്റ്റ് ഫൈറ്റ്, സെക്കൻഡ് ഫൈറ്റ്, ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാം അടിപൊളി ഗംഭീരമാണ്. രാജുവേട്ടനും പൃഥ്വിരാജ് അടിപൊളി തകർത്ത പടമാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ബാഹുബലിയുടെ കേസ് എടുക്കാം. ബാഹുബലിയുടെ ഫസ്റ്റും സെക്കൻഡും നല്ല ഗംഭീര പടങ്ങളാണ്. സെക്കൻഡിനൊക്കെ കൂടുതൽ പേഴ്സണലി ഇഷ്ടമായത് ബാഹുബലി ഫസ്റ്റാണ്. കാരണം നമ്മളൊരു മലയാളി ആരാധകർ ഇതുവരെ കണ്ട ഒരു ഇന്ത്യൻ സിനിമയിൽ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന പടമാണ് ബാഹുബലി. അപ്പോൾ ആ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഏകദേശം അതിൻ്റെ ലെവലിൽ നിൽക്കുള്ളൂ. അതിൻ്റെ മേലേക്ക് നിൽക്കുന്ന മാത്രമാണ് നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും കുറച്ചുകൂടി സംതൃപ്തിയാവുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കണ്ണപ്പയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയാം. ഇതിലെ നായകൻ തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. വിഷ്ണു മഞ്ജു എന്നാണ് പേരിട്ടാണ്. കുറച്ച് ഡീറ്റെയിൽ റിവ്യൂ ആണ്, അത്ര വലുതല്ല എന്നാലും ഞാൻ പറയാം. ഇതിപ്പോൾ തെലുങ്ക് ഭക്തി സിനിമയാണ് ഈ കണ്ണപ്പ. എന്നാൽ പോലും മലയാളം അടക്കം മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഷകളിലും കൂടി പടം ഡബ് ചെയ്തിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അത് ആ പ്രേക്ഷകരെ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒരു തമിഴ് സിനിമയിൽ മലയാളം ആക്ടർ ഇപ്പോൾ വന്ന പോലെ രജനിയുടെ പടത്തിൽ വന്നിട്ട് മോഹൻലാലും അവരൊക്കെ വന്ന പോലെ ഉള്ള കുറച്ച് ട്രിക്സൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഗുണം ചെയ്തെന്നൊന്നും എനിക്ക് റിവ്യൂ കേട്ടാലും നേരിട്ടുണ്ടപ്പോഴും തോന്നിയൊന്നുമില്ല. ആക്ഷൻ, ഡ്രാമ, ഫാൻറ്റസി പീരീഡ് ഗണത്തിൽ ഉൾപ്പെടുത്തി ഭക്തിമാർഗത്തിലെ കാഴ്ചക്കാരെ മാത്രമല്ല കണ്ണപ്പ ഉദ്ദേശിക്കുന്നത്. ഇതൊരു റിയൽ സ്റ്റോറി ബേസായിട്ട് ഇവരെ ഫിക്ഷനെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിക്ക് സമീപത്തുള്ള ശ്രീ കാലഹസ്തി ക്ഷേത്രത്തിലെ ഭക്ത കണ്ണപ്പയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാങ്കല്പിക കഥയാണിത്. മുകേഷ് കുമാർ സിംഗ് സംവിധാനം നിർവഹിച്ച വിഷ്ണു മഞ്ജു ഇതിൻ്റെ സംവിധായകൻ, ഇതിൻ്റെ എഴുത്തുകാരനാണ് ഇതിൻ്റെ നായകനായിട്ട് വന്നേക്കുന്നത്. ആളുടെ പേര് കണ്ണപ്പ. വിഷ്ണു മഞ്ജു എന്ന് പറഞ്ഞ ആളാണ് കണ്ണപ്പട്ട. 16-ാം നൂറ്റാണ്ടിലെ മഹാകവി ദുർജതിയുടെ അടിസ്ഥാനപ്പെടുത്തുന്ന ഗ്രന്ഥമായ ശ്രീ കാളഹസ്തി മഹത്വത്തെയും 13-ാം നൂറ്റാണ്ടിലെ ബസവ പുരാണത്തെയും അടിസ്ഥാനമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത്. മൂലഗ്രന്ഥങ്ങളുടെ സത്തയും ആത്മാവും നിലനിർത്താൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ചില കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും സിനിമയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ മാറ്റിയിട്ടുണ്ടെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. ബോളിവുഡിൽ നിന്നും അക്ഷയ് കുമാറിനെ, മലയാളത്തിൽ നിന്നും മോഹൻലാലിനെയും പിന്നെ അവരുടെ റിബൽ സ്റ്റാർ പ്രഭാസിനെ ഇവർ കൊടുക്കുന്നുണ്ട്. അതായത് ഈ നായകൻ കണ്ണപ്പ എന്ന നായകൻ ജനിച്ച് വളർന്ന സമയത്ത് കൂട്ടുകാരനെ ബലി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവനെ ദൈവങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും, ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ ആൾ വലുതാകുമ്പോൾ നന്നായി അസ്ത്രശാസ്ത്ര വിദ്യകളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കഴിവുള്ളവനാവാണ്. നമേലി എന്നാണ് ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ പേര്. ഇവർ രണ്ടുപേരുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഈ ചിലപ്പോൾ ഞാൻ ബാഹുബലിയുടെ കാര്യം റെഫറൻസ് പറഞ്ഞല്ലോ. ബാഹുബലി, KGF പോലെ പാട്ടുകളൊന്നും ചിലവർ പറഞ്ഞ് നന്നായി, ചിലവർ പറഞ്ഞ് കല. എനിക്ക് ഈ പാട്ടൊന്നും തീരെ സ്ട്രൈക്ക് ചെയ്തില്ല കേട്ടോ. ചില പാട്ടുകൾ തമിഴിൽ നിന്ന് അല്ലെങ്കിൽ തെലുങ്കൊക്കെ മലയാളത്തേക്ക് ഡബ് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലത്തെ ഒരു രീതിക്ക് വരിക, അല്ലെങ്കിൽ ഒരു ഈണത്തിനനുസരിച്ചുള്ള വരികൾ കറക്റ്റ് ആവേണ്ടി വരിക. അപ്പോൾ ആ ഒരു സംഭവം ഇതിലുണ്ട്. മോഹൻലാൽ വന്നതിൻ്റെ പേരിൽ പ്രത്യേക ഓളൊന്നും ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ല. പ്രഭാസ് വന്നതിൻ്റെ ഒരു സാധനമില്ല. അക്ഷയ് കുമാർ വന്നതിൻ്റെ ഇല്ല. പിന്നെന്താ വെച്ചാൽ ഇത് പുതിയ, അതായത് പഴയ കഥകളാണ്. ഇപ്പോൾ ഈ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും പഴയതാണെങ്കിലും
നമ്മളാ കാണുന്ന ആൾക്കാർക്ക് ഓൾറെഡി നമ്മൾ കണ്ടതല്ലാണ്ട് പുതിയ എന്തെങ്കിലും വർക്കും കാര്യങ്ങളും എഫക്ട്സും ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് വരുമ്പോൾ കാണുന്നവർക്കൊരു ഹരം ഉണ്ടാവും. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ പരാജയപ്പെടുകയാണ്. ആയോധന കലയും സ്ത്രീ ആധിപത്യവുമുള്ള ഗ്രാമത്തിലെ അടുത്ത അവകാശിയായ നെമേലി കടുത്ത ശിവഭക്തനും പ്രേമിക്കുന്ന പെൺകുട്ടി സ്നേഹിക്കുന്ന പെൺകുട്ടി ശിവഭക്തനല്ല കേട്ടോ. നിരീശ്വരവാദിയായ തിന്നെന്നാണ്, അതായത് കണ്ണപ്പ എന്നുള്ളതിൽ ഏറ്റവും അവസാനം അവനെ ശിവനും പാർവതിയും കൂടി കൊടുക്കുന്ന പേരാണ്. തിന്നെന്നാണ് സിനിമയിൽ പേര്. ശരത് കുമാർ അഭിനയിച്ചിട്ടുണ്ട്, നല്ല റോളായിട്ട് തോന്നി. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ഞാനത് ഫോണിൽ നോക്കിയിട്ട് കുറച്ച് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വായുലിംഗം, അതായത് ഈ തിന്നനും അവൻ്റെ കുറേ ആൾക്കാരും ബന്ധക്കാരൊക്കെ ഒരു 5 സെക്ഷനായിട്ട് തിരിഞ്ഞിട്ടുള്ള ആൾക്കാരെ കൂടിയിട്ട് ഒരു കാട്ടിൽ താമസിക്കണം. ആ കാട്ടിൽ ഒരു വായുലിംഗം ഉണ്ട്. ആ വായുലിംഗം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ദൂരദേശത്ത് നിന്ന് കാലമുഖം എന്ന് പറഞ്ഞൊരു ദുഷ്ടനായ കാട്ടുവാസി, അയാളും ഒരു വരുന്നതും അതിന്ന് യുദ്ധം ചെയ്തിട്ട് ഇതിനെ രക്ഷിക്കാൻ നോക്കണതും, അതിൻ്റെ ഇടയിൽ ഇവൻ്റെ അച്ഛനെ ശരത് കുമാറിനെ കാലമുഖം കൊല്ലണതും അതിന് പകരം വീട്ടാൻ കാലമുഖം പോയി കൊല്ലണതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവുന്ന വെച്ചാൽ ഇവന് ശിവനോട് തീരെ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇവനെ നമേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രുദ്രൻ എന്ന പേരിൽ പ്രഭാസ്, ശിവൻ്റെ വെവ്വേറെ പേരുകളാണ്, അതായത് ഓരോരോ ശിവൻ്റെ വെവ്വേറെ പേരുകളിൽ ഓരോരുത്തർ വരുന്നു. ഒരു പേരിൽ മോഹൻലാൽ തന്നെ, അതായത് അർജുനൻ അഹങ്കാരം തീർക്കാൻ വേണ്ടി ശിവൻ അമ്പ് ചെയ്തിട്ടൊരു മത്സരം നടത്തണതും, അതിനുശേഷം അർജുനൻ മാപ്പ് പറയണതും ശിവനാണ് മനസ്സിലാവുന്നതും അഹങ്കാരം തീരുന്നതും ഒക്കെ നമ്മൾ കഥകൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ കഥയ്ക്ക് ശേഷം അർജുനൻ ശിവനിൽ ലയിക്കണം എന്നൊക്കെ പറയുമ്പോൾ, നീ അടുത്ത ജന്മം ജനിച്ചിട്ട് അടുത്ത ജന്മത്തിൽ എന്നാണോ നീ ശിവ എന്ന് പറഞ്ഞാൽ അന്ന് നിനക്ക് മോക്ഷം ലഭിച്ച് എന്നിൽ ലയിക്കുക എന്നൊക്കെ പറയാനൊക്കെ ആണ് ഇതിൻ്റെ ഇൻ്റർവെല്ലായിട്ട് വരുന്നത്. ഇൻ്റർവെല്ലിൽ മോഹൻലാൽ വരുന്ന സീനൊക്കെ അതൊരു മോഹൻലാൽ എന്ന നടൻ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും എഴുത്തിൽ ഒരു പഞ്ച് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ മെയിൻ പ്രശ്നം നമ്മൾ ഈ ബാഹുബലി KGF പോലത്തെ എമ്മണ്ടം പടങ്ങൾ കണ്ടിട്ട് ചെറിയ രീതിയിലേക്ക് വരുന്ന പടത്തിൽ ഇവർ ഓവർ പബ്ലിസിറ്റി കൊടുത്ത് നശിപ്പിക്കുകയാണ്. പിന്നെ ഈ പടത്തിന് ഇതിപ്പോൾ ജൂൺ 27 റിലീസ് ചെയ്തത്, ഇത് ഏപ്രിൽ 27 റിലീസ് ചെയ്യുന്ന പടമാണ്. അതിൻ്റെ ഹാർഡ് ഡിസ്ക് മിസ്സാവലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ അത് കിട്ടിയിട്ടൊക്കെയാണ് ചെയ്തത് കേട്ടോ. ഒരിക്കലും ശിവനെ വിളിക്കാൻ പറ്റാത്ത നമ്മുടെ തിന്നൻ ഒരു ശിവരാത്രിയുടെ അന്ന് ഭാര്യയാണ് നഷ്ടപ്പെടുന്നതും, പിന്നെ രുദ്രൻ എന്ന് പറഞ്ഞ പ്രഭാസനായിട്ട് യുദ്ധം ചെയ്യണ പോലെ ജസ്റ്റ് അവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ ഭസ്മവും പൂക്കളും ഓരോ സാധനങ്ങൾ ഈ ഇതിൻ്റെ മുകളിലേക്ക് വായുലിംഗത്തിന് മുകളിലേക്ക് വീഴണത് പൂജ ചെയ്തു എന്നുള്ള സംസാരം ആവണതും, പിന്നെ ഭാര്യനെ കാണാനാകുമ്പോൾ ശിവനെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയുമ്പോൾ ആന വന്നിട്ട് കൊടുന്നു കൊടുക്കുന്നതും, പിന്നെ ഗ്രാഫിക്സിൽ ചലന്തി വരുന്നതും വലിയ പാമ്പ് വരുന്നതും. ആന ഓക്കെ, പക്ഷെ പാമ്പും ചലന്തിയൊന്നും തീരെ ദഹിച്ചില്ല കേട്ടോ. അത് നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കും കന്നഡയും മലയാളം എല്ലാതരം സിനിമകളും കാണുന്നതല്ല. മോശം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അനകൊണ്ടെന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇംഗ്ലീഷുകാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ തല്ലിപ്പൊളി ഇതിനൊക്കെ ചലന്തിനും പാമ്പിനെ കൊണ്ടുവരുമ്പോൾ ദഹിക്കണില്ല. അതാണ് പ്രശ്നം. ഒരു ഏവറേജ് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എടുത്തു വെച്ച രീതിയിലേക്കാൾ കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പലപ്പോഴും ബാഹുബലി കമ്പാരിസൺ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഡൗൺ ആക്കും. ത്രേതായുഗം ദ്വാപരയുഗമൊക്കെ ഇതിൽ പശ്ചാത്തലം എന്ന് പറയണമെങ്കിൽ നമുക്ക് കാണുന്നവർക്ക് ഒരു ഫീൽ കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ പ്രഭാസിൻ്റെ ഒരു ക്യാരക്ടർ, യുദ്ധം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് സിനിമയിൽ കുറച്ചെങ്കിലും എനിക്ക് ശക്തമായിട്ട് തോന്നിയത്. ആൾ പറഞ്ഞത് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ട്, ആൾക്ക് കൊടുത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ രസമുണ്ട്. കഥയും അവതരണ രീതിയും നിർമ്മാണ ശൈലിയും സാങ്കേതികം ഇഴ ചേർത്ത് വെച്ച കാഴ്ചകളും എല്ലാം കാണുമ്പോൾ പഴയകാല അമർചിത്ത കഥയൊക്കെ ലെവലിലേക്കാണ് പോണത്. അതിൻ്റെ മേലേക്കൊന്നും ഇതൊന്ന് തോന്നുന്നില്ല. അപ്പം അത് ഈ റീൽസും ഇൻസ്റ്റയിലെ വീഡിയോസും യൂട്യൂബ് വീഡിയോസൊക്കെ മൊബൈലിൽ എഡിറ്റ് ചെയ്യണ ഇന്നത്തെ യുഗത്തിൽ കുറച്ചെങ്കിലും ക്ലാരിറ്റിയിലും പുതുമയിലൊക്കെ ചെയ്തില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാണ്. സിനിമ വിജയം എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ, എനിക്ക് എത്രത്തോളം ഇതാണെന്നറിയില്ല. തിന്നനെ കണ്ണപ്പയാക്കാനും ശിവഭക്തിയായ നമേലിയെ സഹായിക്കാനും പരമശിവൻ ഭൂമിയിലേക്ക് അയക്കുന്ന രുദ്രനാണ് പ്രഭാസ്. മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ സിനിമ ചിലപ്പോൾ എന്താ പറയുക ഇതേപോലെ തന്നെ OTT വരുമ്പോഴും വൻ പരാജയം തന്നെ ഏറ്റുവാങ്ങും. പിന്നെ ഈ പടത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ പടം ഒരു ഏവറേജ് പടമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ബാഹുബലി കണ്ടുകൊണ്ട് നമുക്കിതൊന്നും ആകുന്നില്ല. ജൂൺ 27 റിലീസായ പടമാണ്. ഇതിൻ്റെ ലിസ്റ്റ് വാങ്ങിച്ചാൽ കണ്ണപ്പ ഈസ് എ 2025 ഇന്ത്യൻ തെലുങ്കു ലാംഗ്വേജ് ഹിന്ദു എപ്പിക് ഡിവോഷണൽ ഫിലിം ഡയറക്റ്റഡ് ബൈ മുകേഷ് കുമാർ സിംഗ്,
റൈറ്റൺ ബൈ വിഷ്ണു മഞ്ജു, എഴുതിയേക്കുന്നത് വിഷ്ണു മഞ്ജു നായകനാണ്. ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മോഹൻ ബാബു. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലെഗൻഡ് ഓഫ് കണ്ണപ്പ ഇൻ ഹിന്ദുസം, എ ഡിവോട്ടി ഓഫ് ഗോഡ് ശിവ. ദി ഫിലിം സ്റ്റാർസ് വിഷ്ണു മഞ്ജു ഇൻ ദി ടൈറ്റിൽ റോൾ, അതായത് കണ്ണപ്പ തിന്ന എന്നുള്ള മെയിൻ റോള്, വിത്ത് ആൻ എസംബിൾ കാസ്റ്റ് ഓഫ് മോഹൻലാൽ, അതായത് നമ്മുടെ എന്താ പറയുക ഗസ്റ്റ് റോൾ എന്നൊക്കെ പറഞ്ഞ പോലെ എസംബിൾ കാസ്റ്റ് ഓഫ് മോഹൻലാൽ പ്രഭാസ്, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ. ഇതിൽ മെയിൻ ഈ ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രഭാസും പിന്നെ മോഹൻലാലുമാണ്. പിന്നെ മുഴുനീള കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞ അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, പ്രിറ്റി മുകുന്ദൻ, മോഹൻ ബാബു, ആർ ശരത് കുമാർ, തമിഴ്നാട് ശരത് കുമാർ ആയിരിക്കും കേട്ടോ, അർപ്പിത് രംഗ, ബ്രഹ്മമണ്ഡം, ബ്രഹാംജി, ശിവ് ബാലാജി, കൗശൽ മാണ്ട, രാഹുൽ മാധവ്, ദേവരാജ്, മുകേഷ് റിൻഷി, രഘു ബാബു ആൻഡ് മധു ഇൻ സപ്പോർട്ടിങ് റോളായിട്ട് വന്നേക്കുന്നത്. ഇനി ഇതിൽ എന്താ പറയുന്നത് വേറെ ഡീറ്റെയിൽ സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് ഷെൽഡോൺ ചാവു, എഡിറ്റഡ് ബൈ അന്തോണി, മ്യൂസിക് ബൈ സ്റ്റീഫൻ ദേവസി, നമ്മുടെ മലയാളികളുടെ സ്റ്റീഫൻ ദേവസി. പ്രൊഡക്ഷൻ കമ്പനീസ് AV എൻ്റർടൈൻമെൻറ്റ്, 24 ഫ്രെയിംസ് ഫാക്ടറി. ഇനി ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഞാൻ പറഞ്ഞ ജൂൺ 27, 2025. 182 മിനിറ്റ് പറഞ്ഞ എത്രയായി? 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ 60 മിനിറ്റും 120 മിനിറ്റ്, അപ്പോൾ 3 മണിക്കൂർ 2 മിനിറ്റ് സിനിമ ഉണ്ട്. കൺട്രി ഇന്ത്യ, ലാംഗ്വേജ് തെലുങ്ക്, ബഡ്ജറ്റ് 20 crore, ബോക്സ് ഓഫീസ് 46 crore എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പടം ഫെയിലാണെന്നാണ് കാണിക്കുന്നത്. ദ ഫിലിം വാസ് ഫോർമലി ലോഞ്ച്ഡ് ഓൺ, ഇതിൻ്റെ ലോഞ്ച് ഫംഗ്ഷനൊക്കെ നടന്നത് 18 August 2023 സ്റ്റാർട്ടിങ് കേട്ടോ. പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ബിഗൺ ഓൺ 25 September 2023. ന്യൂസിലൻഡ്. സ്റ്റീഫൻ ദേവസി കമ്പോസർ ദി ഒറിജിനൽ സ്കോർ ആൻഡ് സോങ്സ്. കണ്ണപ്പ വാസ് റിലീസ്ഡ് ഇൻ ദി തിയേറ്റേഴ്സ് വേൾഡ് വൈഡ് 27 June 2025. It received mixed reviews from critics. The film grossed 46 crore worldwide. The film was box office bomb എന്ന് പറഞ്ഞാൽ ഇപ്പോൾ IMDb അല്ല പറഞ്ഞ കേട്ടോ, വിക്കിപീഡിയ പറഞ്ഞത് ആള് ഫ്ലോപ്പായി തന്നെയാണ് പറയണക്കുന്നത്. അപ്പോൾ ഒരു ടൈം കാണാനുള്ള പടമൊക്കെ ഉണ്ട്, വലിയ സംഭവം ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ കാണാം. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒരു തരത്തിലും ശിവനുണ്ട്, ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കാത്ത ആൾ പിന്നീട് ശിവനോട് അവൻ്റെ ഭാര്യനെ ശിവാന്ന് വിളിച്ചപ്പോൾ ആന കൊടുന്ന് താഴ്ത്തി ഇറക്കിയിട്ട് പോകണു, രക്ഷപ്പെടണു. പിന്നെ ഇവൻ അത് ഫൈനൽ ക്ലൈമാക്സ് ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ശിവലിംഗത്തോട് താല്പര്യം തോന്നുന്നു. പിന്നെ ഓരോരോ പൂജകളും കാര്യം ചെയ്യണു. പിന്നെ എല്ലായിടത്തും പറഞ്ഞ താഴ്ന്ന ജാതിക്കാർ ഇതിലേക്കൊന്നും വരരുതെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരാൾ വരുന്നതും അയാളതിനെ എതിർക്കണതും ഇവനിട്ട് അടിക്കണ സമയത്ത് ശിവൻ കരയുമ്പോൾ എന്താ ചെയ്യുക, ഇവൻ്റെ കണ്ണൂരിട്ട്, അതാണ് കണ്ണപ്പ, ഇവൻ്റെ 2 കണ്ണൂരിട്ട് ശിവനെ വെച്ചെടുക്കും. എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവനെ കണ്ണ് തിരിച്ചു കിട്ടും. അങ്ങനെ ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവിടെ നിൽക്കണ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും. അപ്പോൾ ഇവനോട് യാത്ര പറയുമ്പോൾ പറയും, എനിക്ക് ശിവനിൽ അലിഞ്ഞ് ചേരണം എന്നുള്ള രീതിയിൽ പറയും, മോക്ഷം കിട്ടണമെന്ന് പറയും. അപ്പോൾ അവൻ ശിവൻ ഇനി മുതൽ ഞാൻ നിന്നെ എൻ്റെ ഭക്തനാക്കാൻ നോക്കിയതാണ്, പക്ഷെ ഞാൻ നിന്നോട് അത്രയും പ്രിയപ്പെട്ടവനായി, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നു ശിവൻ അക്ഷയ് കുമാറിൻ്റെ റോളിൽ പറയാണ് കണ്ണപ്പോട്. ഇനി മുതൽ കാളഹസ്ത ക്ഷേത്രത്തിൽ ആദ്യം കണ്ണപ്പയ്ക്ക് പൂജ നൽകിയിട്ടാണ് ശിവന് പൂജ നൽകുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് നീ ഇനി മുതൽ ഭക്ത കണ്ണപ്പ എന്ന പേരിൽ അറിയപ്പെടും, തിന്നാനല്ല, നീ ഇനി മുതൽ കണ്ണപ്പയെന്ന് പറഞ്ഞ് ശിവനും പാർവതി അനുഗ്രഹം കൊടുത്തു പോണു. അപ്പോൾ ഇവൻ അപ്രത്യക്ഷനാവണു, വായിലും അവിടെ ഉണ്ടാവും. പിന്നെ നോർമലി ഇത് ചരിത്രമാണല്ലോ, അപ്പോൾ ആ ക്ഷേത്രത്തിൽ കണ്ണപ്പയ്ക്കായിരിക്കും, ഭക്ത കണ്ണപ്പയ്ക്കായിരിക്കും ആദ്യം പൂജ കൊടുത്തിട്ട് ശിവനെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ മാസം അവസാനം അടുത്ത മാസം ആദ്യം ആമസോൺ പ്രൈമിൽ അതുകൊണ്ട് സിനിമയുടെ OTT വരുന്നുണ്ട്. റിവ്യൂ പറയാൻ ലേറ്റായി. അപ്പോൾ സിനിമ കണ്ടവരെ അഭിപ്രായം പറയാം, തിയേറ്ററിൽ നിന്ന് കണ്ടവരാ, അല്ലെങ്കിൽ ഞാൻ ആമസോൺ പ്രൈമിൽ വന്നിട്ട് കണ്ടതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം പറയുക. ഡെയിലി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഓരോരോ തിരക്കുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. കഥ പറയാൻ എപ്പിസോഡോടെ നിൽക്കുകയാണ്, അത് കംപ്ലീറ്റ് അത് ഇനിയും പറയാനുണ്ട് കുറച്ചുകൂടി കഥകളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ സമയമാകുമ്പോൾ വീണ്ടും വരാം. കണ്ണപ്പയുടെ ഒരു റിവ്യൂ ആണ്. സിനിമ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ സ്പോയിലറായിട്ട് തോന്നും. കണ്ടവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സിനിമേനെ വലിച്ച് ഒട്ടിക്കണമൊന്നുമില്ല, അങ്ങനത്തെ ഒരു റിവ്യൂ ഒന്നുമല്ല, നമുക്ക് അതിനുള്ള കഴിവുമില്ല, നമ്മളങ്ങനെ പറയണമില്ല. പക്ഷേ എങ്കിൽ പോലും
ഒരു ഇതിൽ കോടികളുടെ കണക്കനുസരിച്ച് അത്ര 200 കോടിയാണ്. അത്രയ്ക്കും ബഡ്ജറ്റ് എടുക്കുമ്പോൾ അത് കാണുന്നവർക്കൊന്നും ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബായ്.